ഹലോ ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെറ്റ് ബോട്ടണി സിലബസിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ടോസ് അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഓൺഗോയിങ് ആണ്. ഡെയിലി ക്വിസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക, ക്വിസസ് അറ്റൻഡ് ചെയ്യുക. ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നൗ ലെറ്റ് us ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Analyze the features with mark and share and select the correct statement from the given options. First statement is sex organs are born on the stalked anthridiophore and archegoniophore. Second statement is the upper epidermis consists of air pores which opens in the air chamber present in the photosynthetic zone. The upper epidermis lack chloroplast. Third statement, beneath the air chamber and the photosynthetic zone lies the storage zone. It lacks chloroplasts and it is made up of parenchymatous cell. They store protein, starch, oil and mucilage. The fourth statement is the smooth-walled rhizoids and the scales are extended from the lower epidermis. അപ്പോൾ നമുക്ക് മാർക്കാൻഷ്യയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതേപോലെ അനാറ്റമീനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹിയർ ദ ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ഇസ് 1 and 2 ഓൺലി, 1 and 2 കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ബി ഓപ്ഷൻ ഇസ് 1, 2 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ സി ഇസ് 2, 3 and 4 ആർ കറക്റ്റ് ആൻഡ് 1 and 3 ആർ കറക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഏതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് നോക്കാം. നമുക്കറിയാം മാർക്കാൻഷ്യയുടെ സെക്സ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് അംബ്രല ലൈക്ക് സ്ട്രക്ചേഴ്സിലാണ് കാണുന്നത്. ദാറ്റ് ഇസ് ആന്ത്രിഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോർ. ഈ ഡയഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ആന്ത്രിഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോർ നമുക്ക് മോർഫോളജിക്കലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇനി അനാറ്റമിയിലേക്ക് വരുമ്പോൾ താലസ് 3 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: എപ്പിഡെർമൽ സോൺ, ഫോട്ടോസിന്തറ്റിക് സോൺ ആൻഡ് ദ സ്റ്റോറേജ് സോൺ. എപ്പിഡെർമിസ് നമ്മൾ പറയുമ്പോൾ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഉണ്ട്. അപ്പർ എപ്പിഡെർമിസിന് എയർ പോർസും ഉണ്ട് വിച്ച് ഓപ്പൺസ് ടു ദി എയർ ചേമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ഫോട്ടോസിന്തറ്റിക് സോൺ. പിന്നെ അപ്പർ എപ്പിഡെർമിസിലെ സെൽസിൽ ഫ്യൂ ഓഫ് ക്ലോറോപ്ലാസ്റ്റും പ്രസൻ്റ് ആണ്. നമുക്ക് ഈ ഡയഗ്രാമിൽ കുറച്ച് ഡോട്ടഡ് ആയിട്ടുള്ള സെൽസ് കാണാം. ദി ഷോസ് ദ പ്രസൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഇനി ലോവർ എപ്പിഡെർമിസിലേക്ക് വരുമ്പോൾ സ്മൂത്ത് വോൾഡ് റൈസോയിഡ്സും ഉണ്ട്, ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സും ഉണ്ട്, സ്കെയിൽസും പ്രസൻ്റ് ആണ്. ഇനി അപ്പർ എപ്പിഡെർമിസ് കഴിഞ്ഞ് വരുന്ന സോണാണ് ഫോട്ടോസിന്തറ്റിക് സോൺ. ഫോട്ടോസിന്തറ്റിക് സോണിൽ നമുക്ക് എയർ ചേമ്പേഴ്സ് പ്രസൻ്റ് ആണ്, ബാരൽ ഷേപ്ഡ് സെൽസും ഉണ്ട്, ദേ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ്. അപ്പം ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷനാണ് ഈ ഫോട്ടോസിന്തറ്റിക് സോണിന് ഉള്ളത്. ഇനി ഫോട്ടോസിന്തറ്റിക് സോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ സ്റ്റോറേജ് സോൺ. സ്റ്റോറേജ് സോൺ ലാക്ക് ക്ലോറോപ്ലാസ്റ്റ്. ഇവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആണ്. ആൻഡ് ദീസ് സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പാരൻകൈമാറ്റസ് സെൽസ്. ആൻഡ് ഈ പാരൻകൈമാറ്റസ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ സ്റ്റോർ പ്രോട്ടീൻസ്, ഓയിൽസ് ആൻഡ് മ്യൂസിലേജ്, ഈവൻ സ്റ്റാർച്ച് ഓൾസോ. നമുക്കിവിടെ കാണാം ഡാർക്കിൽ സ്മോൾ സെൽസിൻ്റെ അകത്ത് ഇങ്ങനെ ഡാർക്ക് പാച്ചസ് കാണാം. ദേ ആർ സ്റ്റോറിങ് സ്ട്രക്ചേഴ്സ്. അപ്പം ഇതിനകത്ത് മേ ബി പ്രോട്ടീൻസോ സ്റ്റാർച്ചോ ഓയിലോ മ്യൂസിലേജോ ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ദിസ് ഇസ് ദ ബേസിക് അനാറ്റമി ഓഫ് മാർക്കാൻഷ്യ. മാർക്കാൻഷ്യയുടെ താലസിൻ്റെ ബേസിക് അനാറ്റമിയാണ്. നമ്മൾ മാർക്കാൻഷ്യയുടെ ആന്ത്രിഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോറിൻ്റെ ഡയഗ്രാം കണ്ടു. അതേപോലെ തന്നെ മാർക്കാൻഷ്യയുടെ താലസിൻ്റെ അനാറ്റമിയും ഡിസ്കസ് ചെയ്തു. ഇനി ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നോക്കണ്ടേ? സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സെക്സ് ഓർഗൻസ് ആർ ബോൺ ഓൺ ദി സ്റ്റോക്ഡ് ആന്ത്രിഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോർ. കറക്റ്റ് അല്ലേ? ആന്ത്രിഡിയോഫോർ ആൻഡ് ആർക്കിഗോണിയോഫോറിലാണ് സെക്സ് ഓർഗൻസ് വരുന്നത്. ഇനി ദ അപ്പർ എപ്പിഡെർമിസ് കൺസിസ്റ്റ് ഓഫ് എയർ പോർ വിച്ച് ഓപ്പൺസ് ഇൻ ദ എയർ ചേമ്പർ പ്രസൻറ്റ് ഇൻ ദ ഫോട്ടോസിന്തറ്റിക് സോൺ. അത് കറക്റ്റാണ്. അതായത് അപ്പർ എപ്പിഡെർമിസിൽ എയർ പോർസ് ഉണ്ട്. അത് എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ഫോട്ടോസിന്തറ്റിക് സോണിലുള്ള എയർ ചേമ്പറിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ദ അപ്പർ എപ്പിഡെർമിസ് ലാക്ക് ക്ലോറോപ്ലാസ്റ്റ്. അങ്ങനെയാണോ നമ്മൾ കണ്ടത്? അപ്പർ എപ്പിഡെർമൽ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻറ്റ് ആണ്. ദർ ഇസ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ദ അപ്പർ എപ്പിഡെർമൽ സെൽ. സോ ദ അപ്പർ എപ്പിഡെർമൽ സെൽസ് ലാക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് റോങ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം.
ബിനീത്ത് ദ എയർ ചേംബർ ആൻഡ് ദ ഫോട്ടോസിന്തറ്റിക് സോൺ ലൈസ് ദ സ്റ്റോറേജ് സോൺ. അല്ലേ, നമ്മുടെ ഫോട്ടോസിന്തറ്റിക് സോണും എയർ ചേംബറും കഴിഞ്ഞാൽ വരുന്നതാണ് ദ സ്റ്റോറേജ് സോൺ. സ്റ്റോറേജ് സോൺ എന്ന് പറയുമ്പോൾ പാരൻകൈമാറ്റസ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആണ് ആൻഡ് ദേ സ്റ്റോർ പ്രോട്ടീൻ, സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് മ്യൂസിലേജ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കറക്റ്റാണ്. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബിനീത്ത് ദ എയർ ചേംബർ ആൻഡ് ദ ഫോട്ടോസിന്തറ്റിക് സോൺ ലൈസ് ദ സ്റ്റോറേജ് സോൺ. It lacks chloroplast and it is made up of parenchymatous cell. They store protein, starch, oil and mucilage എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി അടുത്തത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. The smooth walled rhizoids and scales are extended from the lower epidermis. ലോവർ എപ്പിഡർമിസിൽ സ്മൂത്ത് വോൾഡ് റൈസോയിഡ്സ് മാത്രമല്ല ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സും പ്രസൻറ്റ് ആണ്. ഹിയർ ട്യൂബർക്കുലേറ്റഡ് റൈസോയിഡ്സ് ഇൻക്ലൂഡഡ് അല്ലാത്തത് കൊണ്ടിട്ട് ഈ പറയുന്ന ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കിവിടെ ട്രൂ ആയിട്ട് വന്നിരിക്കുന്നത് 1 and 3 ആണ്. സോ ഹിയർ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1 and 3 ആർ കറക്റ്റ് എന്നുള്ളതാണ്. സോ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 1 and 3 ഓൺലി ഇസ് കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്കൊരു സ്മോൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം, ദാറ്റ് ഇസ് HFR സെൽ, അതായത് ഹൈ ഫ്രീക്വൻസി റീകോമ്പിനൻറ്റ് സെൽ. നമുക്കറിയാം ബാക്ടീരിയൽ സെൽസിന് ഇറ്റ്സ് ഓൺ ക്രോമോസോമൽ DNA ഉണ്ട് ആൻഡ് ചില ബാക്ടീരിയകൾക്ക് പ്ലാസ്മിഡും പ്രസൻറ്റ് ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എ ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ്, അങ്ങനെ F പ്ലാസ്മിഡ് എന്നും പറയും. ആൻഡ് F പ്ലാസ്മിഡ് ഉള്ള ചില ബാക്ടീരിയൽ സെൽസും ഉണ്ടാവും. അപ്പോൾ F പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയൽ സെൽസിനെയാണ് F+ സെൽ എന്ന് പറയുന്നത്. F പ്ലാസ്മിഡ് ഇല്ലെങ്കിൽ ദാറ്റ് സെൽ ഇസ് നോൺ ആസ് F- സെൽ. ആൻഡ് ഈ F+ സെല്ലിലെ F പ്ലാസ്മിഡ്, അതായത് ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ് F- സെല്ലിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട് ത്രൂ എ കോൺജുഗേഷൻ ട്യൂബ്. ആൻഡ് ഈ പ്രോസസ്സിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു F+ സെല്ലിൻ്റെ F പ്ലാസ്മിഡ് ഒരു F- സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് ത്രൂ എ കോൺജുഗേഷൻ ട്യൂബ്. അതിനെയാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് F- സെൽ ബിക്കം F+ സെൽ. ഇനി നമുക്ക് HFR സെല്ല് ഡിസ്കസ് ചെയ്യാം. ബാക്ടീരിയയിൽ ക്രോമസോമൽ DNA ഉണ്ട്, F പ്ലാസ്മിഡും ഉണ്ട്. അപ്പോൾ ഈ ക്രോമസോമൽ DNAയുടെ ജീൻസും F പ്ലാസ്മിഡിൻ്റെ ജീൻസും തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കും. ദിസ് ഇസ് ദ ക്രോസിംഗ് ഓവർ, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടക്കും. അതിനുശേഷം ഫോം ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ സെല്ലാണ് HFR സെൽ ഓർ ദി ഹൈ ഫ്രീക്വൻസി റീകോമ്പിനൻറ്റ് സെൽ. അപ്പോൾ ഈ സെല്ലിൽ എന്താ പ്രത്യേകത? ബാക്ടീരിയൽ ക്രോമസോമിലേക്ക് ഫെർട്ടിലിറ്റി പ്ലാസ്മിഡിൻ്റെ ജീനും കൂടി എൻറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെർട്ടിലിറ്റി പ്ലാസ്മിഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കോൺജുഗേഷൻ ആണ്, അതായത് ഒരു F- സെല്ലിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന F പ്ലാസ്മിഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ F പ്ലാസ്മിഡ് ജീൻസ് HFR സെല്ലിൽ ഉണ്ട് അല്ലേ, നമ്മുടെ ക്രോമസോമൽ DNA ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലാസ്മിഡിൻ്റെ ജീൻ എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? ഒരു F- സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് ടു എ കോൺജുഗേഷൻ ട്യൂബ്. നമുക്കിവിടെ നോക്കാം. അപ്പം ഇങ്ങനെ ഇതാണ് F പ്ലാസ്മിഡിൻ്റെ ജീൻ, അതൊരു F- സെല്ലിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. കണ്ടോ, കോൺജുഗേഷൻ ട്യൂബ് വഴി ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ആൻഡ് ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് നടക്കില്ല, കുറച്ച് ജീൻസ് മാത്രമേ ഈ പറയുന്ന നമ്മുടെ F- സെല്ലിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. ഇവിടെ കണ്ടോ, കോൺജുഗേഷൻ ട്യൂബ് വിട്ടുപോയി, കുറച്ച് പോർഷൻ ഓഫ് DNA മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ആ DNA എന്തൊക്കെയുണ്ട്? ആ DNA F പ്ലാസ്മിഡിൻ്റെ ജീനും ഉണ്ട്, കുറച്ച് ക്രോമസോമൽ ജീനും ഉണ്ട്. ഇനി അടുത്തത് ഈ F- സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? ഈ എൻ്റർ ചെയ്ത DNA സ്മോൾ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ക്ലീവ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഫെർട്ടിലിറ്റി പ്ലാസ്മിഡിൻ്റെ ജീനും അതേപോലെ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ ജീനും കൂടെ നമ്മുടെ F- സെല്ലിലുള്ള ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് റീകോമ്പിനേഷൻ നടക്കുന്നു. അവിടെയും HFR സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ F- സെല്ലിനെ F+ സെല്ലായിട്ട് മാറുന്നില്ല. കാരണം കംപ്ലീറ്റ് F പ്ലാസ്മിഡ് അതിനകത്തേക്ക് കയറുന്നില്ല. F പ്ലാസ്മിഡിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റഡ് ആവുന്നുള്ളൂ. ആ ഇൻകോപ്പറേറ്റഡ് ആയ ഭാഗം എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ F- സെല്ലിലെ ക്രോമസോമൽ DNA ആയിട്ട് റീകോമ്പിനേഷൻ നടന്നിട്ട് ഈ F- സെല്ലിനെ F- HFR സെല്ലായിട്ട് മാറ്റുന്നുണ്ട്. അതാണ് ഒരു തരം ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ. F- സെല്ലിലെ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ F+ സെല്ലിലെ ഹൈ ഫ്രീക്വൻസി റീകോമ്പിനേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.
സോ നമുക്ക് HFRന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. HFR ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഇസ് ഇൻവോൾവ് ഇൻ ഓപ്ഷൻ എ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എഫ് പ്ലാസ്മിഡ്, ടോട്ടൽ ലാക്ക് ഓഫ് എഫ് പ്ലാസ്മിഡ് ട്രാൻസ്ഫർ, ഇൻ്റഗ്രേഷൻ ഓഫ് പ്ലാസ്മിഡ് ആൻഡ് ബാക്ടീരിയൽ ക്രോമസോം, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ബാക്ടീരിയൽ ക്രോമസോം. HFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയൽ ക്രോമസോമും പ്ലാസ്മിഡിൻ്റെ ജീനും തമ്മിലുള്ള റീകോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ഇൻ്റഗ്രേഷൻ ഓഫ് പ്ലാസ്മിഡ് ആൻഡ് ബാക്ടീരിയൽ ക്രോമസോം. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എഫ് പ്ലാസ്മിഡ്, അതിനെ കോൺജുഗേഷൻ എന്നാണ് പറയുന്നത്. ടോട്ടൽ ലാക്ക് ഓഫ് എഫ് പ്ലാസ്മിഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഫ് പ്ലാസ്മിഡിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ബാക്ടീരിയൽ ക്രോമസോം, ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് ഡി ഓപ്ഷൻ. അതും തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ഇൻ്റഗ്രേഷൻ ഓഫ് പ്ലാസ്മിഡ് ആൻഡ് ബാക്ടീരിയൽ ക്രോമസോം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മൈക്രോ ടെക്നിക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റമാറ്റിക് എസെൻഷ്യൽ സ്റ്റെപ്സ് ആർ നോട്ടീസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പാരഫിൻ സെക്ഷൻ ബിഫോർ സ്റ്റെയിനിങ് ഹാസ് ബിഗൺ. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഫോർ പാരഫിൻ എംബഡഡ് സെഷൻ പ്രിപ്പറേഷൻ. നമ്മളിവിടെ ബേസിക്കലി എയിം ചെയ്യുന്നത് ഒരു പെർമനൻറ്റ് സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ്. പാരഫിൻ വാക്സിൽ എംബഡ് ചെയ്ത ടിഷ്യൂവിൻ്റെ പെർമനൻറ്റ് സ്ലൈഡ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് വരുന്ന സീക്വൻഷ്യൽ ഓർഡർ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റെപ്പാണ്, അതിൻ്റെ ഓർഡർ എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് കില്ലിംഗ് ആൻഡ് ഫിക്സേഷൻ. എന്താണ് കില്ലിംഗ് ആൻഡ് ഫിക്സേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്? സഡൻ സ്റ്റോപ്പേജ് ഓഫ് സെൽസ് ആണ്. ഏത് ലൈഫ് പ്രോസസ്സിലാണോ ആ ലൈഫ് പ്രോസസ്സിൽ വെച്ചിട്ട് സെല്ലിൻ്റെ സഡൻ കില്ലിംഗ് ആണ്. അപ്പോൾ ആ സെല്ല് ഏത് ലൈഫ് പ്രോസസ്സിലാണ് ഇരിക്കുന്നത് അതേ സ്റ്റേജിൽ തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കില്ലിംഗ് ആൻഡ് ഫിക്സിങ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു ബയോളജിക്കൽ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കില്ലിംഗ് ആൻഡ് ഫിക്സിങ് റിയേജൻസിലും വാട്ടർ കണ്ടൻറ് ഉണ്ട്. വാട്ടർ ഉണ്ടെങ്കിൽ എന്താണ്? ബാക്ടീരിയൽ ഡീകേ ഓഫ് ടിഷ്യൂസ് സംഭവിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു റിമൂവ് ദി വാട്ടർ ഫ്രം ദി ടിഷ്യൂ. അപ്പോൾ ഈ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഡീഹൈഡ്രേഷൻ. വാട്ട് ഇസ് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ ഇസ് റിമൂവൽ ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അടുത്തത് തേർഡ് സ്റ്റെപ്പാണ്. നമ്മൾ ഈ പറയുന്ന ടിഷ്യൂവിനെ പാരഫിൻ വാക്സിലാണ് എംബഡ് ചെയ്യുന്നത്. ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന പാരഫിൻ വാക്സിൽ മിക്സ് ആവില്ല. അപ്പോൾ അത് മിക്സ് ആവണമെന്നാണെങ്കിൽ ഈ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസിനെ റിമൂവ് ചെയ്യണം. ആൻഡ് ദ റിമൂവൽ ഓഫ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ക്ലിയറിംഗ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പാണ് ക്ലിയറിംഗ്. ആൻഡ് ആഫ്റ്റർ ക്ലിയറിംഗ് നമ്മൾ ടിഷ്യൂവിനെ പാരഫിൻ വാക്സിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യും, ദെൻ എംബഡ് ചെയ്യും. സോ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഇൻഫിൽട്രേഷൻ ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് എംബഡിങ്. ഓക്കെ, ഇനി എംബഡിങ് ചെയ്ത ടിഷ്യൂ, പാരഫിൻ വാക്സിൽ എംബഡ് ചെയ്ത ടിഷ്യൂ, പാരഫിൻ വാക്സ് ഹാർഡൻ ആകുമ്പോൾ നമുക്കൊരു മൈക്രോടോം യൂസ് ചെയ്തിട്ട് സെക്ഷൻ പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ദ സ്റ്റെപ്പ് ആഫ്റ്റർ എംബഡിങ് ഇസ് സെക്ഷനിങ്. തിൻ സെക്ഷൻസ് ഒക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സെക്ഷനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെയിനിങ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സീക്വൻഷ്യൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കില്ലിംഗ് ആൻഡ് ഫിക്സേഷൻ, ദെൻ ഇറ്റ് ഇസ് ഡീഹൈഡ്രേഷൻ, അത് കഴിഞ്ഞിട്ട് ക്ലിയറിംഗ്, ദെൻ ഇൻഫിൽട്രേഷൻ, എംബഡിങ്, സെക്ഷനിങ് ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റെയിനിങ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വരുന്നത് ഫിക്സേഷൻ ആണ്, ദെൻ ഡീഹൈഡ്രേഷൻ, ദെൻ ക്ലിയറിംഗ്, അത് കഴിഞ്ഞിട്ട് ഇൻഫിൽട്രേഷൻ, പിന്നെ എംബഡിങ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെക്ഷനിങ് ആണ്. സെക്ഷനിങ് കഴിഞ്ഞാൽ സ്റ്റെയിൻ ചെയ്യാം. ഈ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലാണ് വന്നിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഹൈപ്പൻതോഡിയം ഇസ് പ്രസൻറ്റ് ഇൻ യൂഫോർബിയ, ഹിപ്റ്റിസ്, ഫൈക്കസ് ആൻഡ് കൊളക്കേഷ്യ. സോ നമുക്ക് ഹൈപ്പൻതോഡിയം എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഈ തന്നിരിക്കുന്ന ഡയഗ്രമാണ് ഹൈപ്പൻതോഡിയം. ഹൈപ്പൻതോഡിയം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലഷി റിസെപ്റ്റിക്കിൾ ഉള്ളൊരു ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ടിന് ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്, ഓസ്റ്റൈഡ് അല്ലെങ്കിൽ ഓസ്റ്റിയോൾ എന്ന് പറയും. ആൻഡ് നൗ ഈ സ്മോൾ ഓപ്പണിംഗ് ഒരു കുഞ്ഞ്
ചാനലിലൂടെയാണ് ഉള്ളിലേക്ക് പോകുന്നത്. ആൻഡ് ഈ സ്മോൾ ചാനൽ കൺസിസ്റ്റ് ഓഫ് മെനി മെയിൽ ഫ്ലവേഴ്സ്. ചാനലിലാണ് മെയിൽ ഫ്ലവേഴ്സ് ഉള്ളത്. And when we come into the center portion, there are many female flowers arranged. Female flowers ഉണ്ടാവും. Okay. These are the female flowers. And this is known as a hypenthodium. ഇതിനെയാണ് hypenthodium എന്ന് പറയുന്നത്. It is a special type of inflorescence. And now ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. യൂഫോർബിയ എന്ന് പറയുന്ന ജീനസിൽ കാണുന്ന ഇൻഫ്ലോറസൻസ് ആണ് സയാത്തിയം. സയാത്തിയം ഇൻഫ്ലോറസൻസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് സീൻ ഇൻ യൂഫോർബിയ. ഹിപ്ചസിലെ ഇൻഫ്ലോറസൻസ് ആണ് വെർട്ടിസിലാസ്റ്റർ. വെർട്ടിസിലാസ്റ്റർ ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് സീൻ ഇൻ ഹിപ്ചസ്. കൊളക്കീഷ്യയിൽ വരുമ്പോൾ ദാറ്റ് ഇസ് സ്പാഡിക്സ്. ആൻഡ് the hypenthodium is a special type of inflorescence that is present in fig and ficus. Ficusൽ വരുന്ന ഒരു സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ് hypenthodium. So here the correct answer is option C, ficus. Now embryo sac development ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എംബ്രിയോ സാക് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നാണ്. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് ഡിവിഷന് ശേഷം മൈറ്റോസിസ് ഡിവിഷൻ നടക്കും. ദെൻ ഫോംസ് ദി മെച്ചോർഡ് എംബ്രിയോ സാക്. അപ്പോൾ ആദ്യത്തെ മിയോസിസ് 1 വഴി 2 ന്യൂക്ലിയേറ്റഡ് മെഗാസ്പോറും സെക്കൻഡ് മിയോസിസ് വഴി 4 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള മെഗാസ്പോറും ഫോം ചെയ്യും. ദെൻ പിന്നെ റിപ്പീറ്റഡ് മൈറ്റോസിസ് ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ആദ്യത്തേതാണ് മോണോസ്പോറിക് എംബ്രിയോസാക്. മോണോസ്പോറിക് എംബ്രിയോസാക് എന്ന് പറയാൻ നേരത്ത് മിയോസിസിന് ശേഷം ഒരു മെഗാസ്പോർ ന്യൂക്ലിയസ് മാത്രമേ എംബ്രിയോസാക് ഡെവലപ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ബാക്കി 3 ന്യൂക്ലിയസും എന്താവും, ഡീജനറേറ്റ് ആയി പോകും. ഓൺലി 1 ഓഫ് ദി 4 മെഗാസ്പോർ ന്യൂക്ലിയസ് ടേക്ക് പാർട്ട് ഇൻ എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഈനോത്തിറ ആൻഡ് പോളിഗോണം. ഇനി ബൈസ്പോറിക് എംബ്രിയോസാക്. ബൈസ്പോറിക് എംബ്രിയോസാക് എന്ന് പറയാൻ നേരത്ത് 2 മെഗാസ്പോർ ന്യൂക്ലിയസ് ഔട്ട് ഓഫ് ദി 4 മെഗാസ്പോർ ന്യൂക്ലിയസ് ടേക്ക് പാർട്ട് ഇൻ എംബ്രിയോസാക് ഫോർമേഷൻ. 2 മെഗാസ്പോർ ന്യൂക്ലിയസ് ആണ് എംബ്രിയോസാക് ഫോർമേഷനിൽ വരുന്നത്. ഇവിടെ എക്സാമ്പിൾ അലിയം ടൈപ്പ് ആൻഡ് എൻഡിമിയോൺ ടൈപ്പ്. നെക്സ്റ്റ് ഇസ് ടെട്രാസ്പോറിക് എംബ്രിയോസാക്. ടെട്രാസ്പോറിക് എംബ്രിയോസാക് എന്ന് പറയുമ്പോൾ മിയോസിസ് 2 ശേഷം വരുന്ന 4 മെഗാസ്പോർ ന്യൂക്ലിയസും വിൽ ടേക്ക് പാർട്ട് ഇൻ ദ എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്. And here there are 2 types, no nuclear fusionum ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കർ എന്ന് പറയുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ആദ്യം എക്സാമ്പിൾ ഓഫ് നോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അഡോക്സ ടൈപ്പ്, പ്ലംബാഗോ ടൈപ്പ്, പെന്യ ടൈപ്പ്, പെപ്രോമിയ ടൈപ്പ് ആൻഡ് ഡ്രൂസ ടൈപ്പ്. ആൻഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഒക്കർ ചെയ്യുന്ന ടൈപ്പാണ് ഫ്രിറ്റിലേറിയ ടൈപ്പ് ആൻഡ് പ്ലംബാഗ്ജെല്ല ടൈപ്പ്. അപ്പം എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Now the question is, an example of a tetrasporic embryo sac is allium type, drusa type, polygonum type and enothera type. നമുക്കറിയാം അലിയം ടൈപ്പ് എന്ന് പറയുന്നത് ബൈസ്പോറിക് ടൈപ്പാണ്. ഡ്രൂസ എന്ന് പറയുന്നത് ടെട്രാസ്പോറിക് എംബ്രിയോസാക് ആണ്. പോളിഗോണം ടൈപ്പ് ഇസ് മോണോസ്പോറിക് എംബ്രിയോസാക് ആൻഡ് ഈനോത്തിറ ഇസ് ഓൾസോ a monosporic embryosac. So here the correct answer is option B, drusa type. Next question, select the correct statements connected with the features of Lamiaceae. അപ്പോൾ ലാമിയേസിയുടെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് അറോമാറ്റിക് ലീവ്സ് എക്സ്റ്റിപ്പുലേറ്റ് ഫ്ലവേഴ്സ് സൈഗോമോർഫിക് ഫ്രൂട്ട് കാർസെറിയുലസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്ലാന്റ്സ് അറോമാറ്റിക് ലീവ്സ് സ്റ്റിപ്പുലേറ്റ് stamens didynamous, fruit utricle. Third statement, stem angled, leaves stipulate, flower actinomorphic, flower epigynous. Stem not angled, leaves exstipulate, flowers perigynous, style gynobasic. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലാമിയേസിയുടെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അറോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റുകളാണ്
they have glands that store oils, essential oil സ്റ്റോർ ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ട്. സോ ദീസ് പ്ലാന്റ്സ് ആർ അറോമാറ്റിക് എന്നാണ് പറയുന്നത്. സോ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലും പ്ലാന്റ്സ് അറോമാറ്റിക് ഉണ്ട്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലും പ്ലാന്റ്സ് അറോമാറ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്ത കേസ് നമ്മൾ പറയുന്നത് ലീഫിൻ്റെ കേസാണ്. ലീഫ് ആർ എക്സ്റ്റിപ്പുലേറ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ്. സ്റ്റെം നോക്കി, സ്റ്റെമ്മിൻ്റെ ലീഫ് അറൈസ് ചെയ്യുന്ന റീജിയനിൽ സ്റ്റിപ്യൂൾസ് ആബ്സെൻ്റ് ആണ്. സോ ദ ലീവ്സ് ആർ എക്സ്റ്റിപ്പുലേറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ ലീവ്സ് എക്സ്റ്റിപ്പുലേറ്റ് ഉണ്ട്, ഇവിടെ ലീവ്സ് സ്റ്റിപ്പുലേറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെം ആംഗിൾഡ് ആണ്. നോക്കിയേ, 4 ആംഗിളുള്ള സ്റ്റെമ്മാണ് ലാമിയേസിയ ഫാമിലിയിൽ ഉള്ളത്, ക്വാഡ്രാങ്കുലർ സ്റ്റെം. അങ്ങനെയുള്ള കേസിലും ഈ പറയുന്ന ലാമിയേസിയ ആണെന്ന് പറയാം. ഇവിടെ നോക്കി സ്റ്റെം ആംഗിൾഡ്, പക്ഷേ സെക്കൻഡ് കാര്യം പറഞ്ഞേക്കുന്നതാണ് ലീഫ് സ്റ്റിപ്പുലേറ്റ് എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും അല്ല. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കി, സ്റ്റെം നോട്ട് ആംഗിൾഡ്. അതും തെറ്റല്ലേ, സ്റ്റെം ആംഗിൾഡ് ആണ്. നമുക്ക് ആകെ കറക്റ്റായിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്. പ്ലാന്റ് അരോമാറ്റിക് ആണ്, ലീവ്സ് എക്സ്റ്റിപ്പുലേറ്റ്, ഫ്ലവേഴ്സ് സൈഗോമോർഫിക് ആണ്. ഹിയർ ലുക്ക് അറ്റ് ദ ഫ്ലവർ, flowers are zygomorphic, fruit is a carcerulous. So here option 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, 1 only is the correct answer. Now നമുക്ക് സ്റ്റേമെൻ്റെ മോർഫോളജി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സ്റ്റേമെൻ്റെ പാർട്ട് എന്ന് പറയാൻ നേരത്ത് വി ഹാവ് ദി ഫിലമെൻറ്റ് ആൻഡ് ദി ആന്തർ ലോബ്. ഫിലമെൻസിനെയും ആന്തറിനെയും കണക്ട് ചെയ്തുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ആന്തർ, ദിസ് ഇസ് ദ ഫിലമെൻറ്റ്. ഓക്കെ, നൗ നമ്മൾക്ക് സ്റ്റേമൻ മോർഫോളജി പറയുമ്പോൾ ബേസിക്കലി ലെങ്ത് ഓഫ് ദി സ്റ്റേമൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേമൻ്റെ ലെങ്ത് ബേസ് ചെയ്ത് പറയാൻ നേരത്ത് 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്, ഡൈഡൈനാമസ് ആൻഡ് ടെട്രാ ഡൈഡൈനാമസ് കണ്ടീഷൻ. ഡൈഡൈനാമസിൽ ലെങ്ത് ഓഫ് ദി ഫിലമെൻ്റ് പറയാൻ നേരത്ത് 2 സ്റ്റേമനിന് ഈക്വലി സെയിം ലെങ്ത് ആയിരിക്കും, ദാറ്റ് വിൽ ബി ലോങ്ങർ, ആൻഡ് 2 എണ്ണം വിൽ ബി ഷോർട്ടർ ഇൻ ലെങ്ത്. അപ്പം എന്താണ് ഫിലമെൻറ്റ് ലെങ്ത് പറയാൻ നേരത്ത് 2 ലോങ്ങർ ഫിലമെൻ്റ് ഉള്ള സ്റ്റേമൻസും 2 ഷോർട്ടർ ഫിലമെൻ്റ് ഉള്ള സ്റ്റേമൻസും ആയിരിക്കും ഡൈഡൈനാമസ് കണ്ടീഷനിലുള്ളത്. ഇനി ടെട്രാ ഡൈഡൈനാമസിൽ 2 വേൾസിലാണ് സ്റ്റേമൻ അറേഞ്ച് ചെയ്ത് വരുന്നത്. ഔട്ടർ വേൾ എന്ന് പറയുമ്പോൾ ഷോർട്ടർ സ്റ്റേമൻസ് ആയിരിക്കും. ദർ വിൽ ബി 2 ഷോർട്ടർ സ്റ്റേമൻ ഇൻ ദ ഔട്ടർ വേൾ, ആൻഡ് ഇന്നർ വേളിൽ 4 ലോങ്ങർ സ്റ്റേമൻസും ഉണ്ടാവും. ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് ടെട്രാ ഡൈഡൈനാമസ് കണ്ടീഷൻ. ഇനി നമ്മൾ സ്റ്റേമൻ്റെ ഫ്യൂഷൻ പറയുവാണ്. 2 ടൈപ്പ് ഫ്യൂഷൻ ഉണ്ട്, കൊഹഷൻ ആൻഡ് അഡ്ഹഷൻ. കൊഹഷൻ എന്ന് പറയുന്നത് സിമിലർ ഫ്ലോറൽ പാർട്സുകൾ തമ്മിലുള്ള ഫ്യൂഷനാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റേമൻസിൻ്റെ ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്ത് വരാം, സ്റ്റേമൻസിൻ്റെ ആന്തർ ലോബുകൾ ഫ്യൂസ് ചെയ്ത് വരാം, ഈവൻ ഫിലമെൻറ്റ് ആൻഡ് ആന്തർ ഫ്യൂസ് ചെയ്തിട്ടൊരു ഇൻട്രസ്ട്രക്ചർ വരാം. അതൊക്കെ കൊഹഷനാണ്. അഡ്ഹഷൻ എന്ന് പറയുന്നത് സ്റ്റേമൻ ഫ്യൂസ്ഡ് വിത്ത് എനി അതർ വോൾ, ലൈക്ക് സ്റ്റേമൻ ഫ്യൂഷൻ വിത്ത് പെറ്റൽ, സ്റ്റേമൻ ഫ്യൂഷൻ വിത്ത് ടെപ്പൽ, സ്റ്റേമൻ ഫ്യൂഷൻ വിത്ത് ഗൈനീഷ്യം ഒക്കെ അഡ്ഹഷനാണ്. അപ്പോൾ നമ്മൾ കൊഹഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്, അതായത് സ്റ്റേമൻ ഫ്യൂഷൻ വിത്ത് സിമിലർ വേൾസ്. അപ്പം സിമിലർ വേൾസിൽ സ്റ്റേമൻ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. സ്റ്റേമൻ ഫ്രീ ആണെങ്കിൽ, എല്ലാ സ്റ്റേമൻസിൻ്റെയും ഫിലമെൻസും ആന്തറും ഫ്യൂസ്ഡ് അല്ല, ഫ്രീ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതിനെ പോളി ആൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയും. ഇനി കൊഹഷൻ വരാൻ നേരത്ത് ഇഫ് ദ filaments are joined to form a single bundle, it is known as monadelphous condition. monadelphous condition എന്ന് പറയാൻ നേരത്ത് ഫിലമെൻറ്റുകളെല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ബണ്ടിലായിട്ട് മാറും, ആൻഡ് ആന്തർ ലോബ്സ് ആർ ഫ്രീ. ഇതിൻ്റെ എക്സാമ്പിൾ മാൽവേസിയ ഫാമിലിയാണ്. ആൻഡ് സെക്കൻഡ് കേസിൽ ഡയാഡെൽഫസ് ആണ്. ഡയ മീൻസ് 2 ബണ്ടിലും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ സിംഗിൾ ബണ്ടിൽ ആൻഡ് ദിസ് ഇസ് കൺസിഡർ ആസ് എ 1 ബണ്ടിൽ. ഇവിടെ 9+1 കണ്ടീഷനാണ്, അതായത് 9 സ്റ്റേമൻസിൻ്റെ ഫിലമെൻറ്റ് ഫ്യൂസ്ഡും ഒരെണ്ണം ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ 2 ബണ്ടിലായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് 9+1 ഫാബേസിയ ഫാമിലിയാണ് ഡയാഡെൽഫസ് കണ്ടീഷൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് ഇസ് പോളിയഡെൽഫസ് കണ്ടീഷൻ. പോളിയഡെൽഫസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെനി ബണ്ടിൽസ് ആയിട്ടാണ് ഫിലമെൻറ്റ് ഫ്യൂഷൻ കാണിക്കുന്നത്. ഇനി അടുത്തത് കൊഹേഷനായിട്ട് വരുന്നത് സിൻജനേഷ്യസ് കണ്ടീഷനാണ്.
സിൻജനേഷ്യസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആന്തർലോബുകളാണ് ഫ്യൂസ്ഡ് ആയിട്ടുള്ളത്, ഫിലമെൻറ്റുകൾ ഫ്രീ ആണ്. ആസ്റ്ററേസിയ ഫാമിലിയുടെ ക്യാരക്ടറാണ് സിൻജനേഷ്യസ് കണ്ടീഷൻ. ഇനി സിനാൻഡ്രസ് കണ്ടീഷൻ ആണ്. സിനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആന്തർലോബും ഫിലമെൻസും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഇറഗുലർ സ്ട്രക്ചർ ആകുന്നതിനെയാണ് സിനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ ഒരു കീ ക്യാരക്ടറാണ്. നൗ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി കൊഹേഷൻ. ഇനി അഡ്ഹഷൻ നോക്കാം. ദാറ്റ് ഇസ് സ്റ്റേമൻ വിത്ത് അതർ ഫ്ലോറൽ പാർട്സ് ആയിട്ടുള്ള സ്റ്റേമൻ്റെ ഫ്യൂഷൻ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് എപ്പിപെറ്റാലസ് കണ്ടീഷനാണ്. എപ്പിപെറ്റാലസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റലിലേക്ക് സ്റ്റേമൻ്റെ ഫ്യൂഷനാണ്. ഇനി അടുത്തത് എപ്പിഫിലസ് കണ്ടീഷനാണ്. എപ്പിഫിലസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടെപ്പൽ ആൻഡ് സ്റ്റേമൻ ഫ്യൂഷനാണ്. ഇനി ഗൈനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഗൈനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്റ്റേമൻ ഫ്യൂസ് ടു ദി ഗൈനീഷ്യം. That is gynandrous condition. അപ്പോൾ these are the basic cohesion and adhesion as well as the length based morphology of stamen. ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Now നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Select the incorrectly matched pair with respect to the arrangement of stamen. Brassicaceae tetradidynamis, Rubiaceae epipetalis, Asteraceae polyandrous and DS, Lamiaceae didynamis. നമ്മൾ നോക്കിയാൽ ബ്രാസിക്കേസിയയിൽ ടെട്രാഡൈഡിനാമസ് സ്റ്റേമനാണ്, റൂബിയേസിയയിൽ എപ്പിപെറ്റാലസ് കണ്ടീഷനാണ്, ആസ്റ്ററേസിയയിൽ പോളിയാൻഡ്രസ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്, ആസ്റ്ററേസിയയിൽ സിൻജനേഷ്യസ് ആന്തറാണ്. വേറസ് ബേസിക്കലി ദ ആന്തർലോബ്സ് ആർ ഫ്യൂസ്ഡ് ആൻഡ് ദ ഫിലമെൻറ്റ്സ് ആർ ഫ്രീ. ഇവിടെ പോളിയാൻഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ഇൻകറക്റ്റ് മാച്ച്. ഓപ്ഷൻ ഡി എടുത്തു കഴിഞ്ഞാൽ ലാമിയേസിയെ ഡൈഡിനാമസ് ഇസ് കറക്റ്റ് മാച്ച്. അപ്പോൾ ഇൻകറക്റ്റ് മാച്ച് ആയിട്ട് വരുന്നത് ആസ്റ്ററേസിയെ പോളിയാൻഡ്രസ് ആണ്. ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ സി. ആസ്റ്ററേസിയെ പോളിയാൻഡ്രസ് ഇസ് ദ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ആസ്റ്ററേസിയെ ദാറ്റ് മാച്ചസ് വിത്ത് ദ സിൻജനേഷ്യസ് ആന്തർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൗ നമുക്ക് C4 സൈക്കിൾ ഡിസ്കസ് ചെയ്തിട്ട് C4 സൈക്കിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോണിക് ആക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സാലോ അസിറ്റേറ്റ് ഫോം ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം PEP, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എൻസൈം. അപ്പോൾ ഇവിടെ ഓക്സാലോ അസിറ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു C4 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടിട്ടാണ് ഇതിന് C4 സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഓക്സാലോ അസിറ്റേറ്റിനെ മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ബൈ ദ എൻസൈം മാലേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇനി മാലേറ്റിനെ പ്ലാസ്മോഡസ്മേറ്റ വഴി ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ മാലേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു പൈറുവേറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഡി കാർബോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് പിന്നെ C3 സൈക്കിളിൽ എൻറ്റർ ചെയ്യുന്നത്. നൗ what is happening is the pyruvate formed in the bundle sheath is transferred into mesophil cell. mesophil cellിലേക്ക് പിന്നെ പൈറുവേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും ത്രൂ പ്ലാസ്മോഡസ്മേറ്റ ആൻഡ് ദിസ് പൈറുവേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു അഗെയിൻ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റിനെ റീജനറേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഇസ് ബൈ ദ എൻസൈം പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഡൈകൈനേസ്. അഗെയിൻ ദിസ് സൈക്കിൾ കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് മീസോഫിൽ സെല്ലിലാണ്. പിന്നെ ഡികാർബോക്സിലേഷൻ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. ഓക്കെ, ദെൻ റീജനറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നടക്കുന്നത് മീസോഫിലിലാണ്. സോ ഇവിടെ ഡിവിഷൻ ഓഫ് ലേബർ ആണ് ദാറ്റ് ബിറ്റ്വീൻ മീസോഫിൽ സെൽ ആൻഡ് ബണ്ടിൽ ഷീറ്റ് സെൽ. ആൻഡ് ദിസ് ഇസ് എ ബേസിക് സൈക്കിൾ ദാറ്റ് ഹാപ്പൻസ് ഇൻ C4 പ്ലാന്റ്സ്. അതാണ് C4 സൈക്കിൾ എന്ന് പറയുന്നത്. നൗ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗ C4 സൈക്കിൾ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. Given below are enzymes involved in C4 photosynthetic pathway. Select the correct sequential order of enzymes in the pathway. അപ്പോൾ നമുക്ക് C4 സൈക്കിളിൽ വരുന്ന എൻസൈംസിൻ്റെ കുറച്ച് പേരുകളാണ് തന്നിട്ടുള്ളത്. ഇവരുടെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് C4 സൈക്കിളിൽ വരുന്നത് എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ആദ്യം മാലിക് എൻസൈം,
രണ്ടാമത്തത് PEP കാർബോക്സിലേസ്, പിന്നെ പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഡൈക്കൈനേസ് ആൻഡ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കറിയാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ആണ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? PEP കാർബോക്സിലേസിനെ ഓക്സാലോ അസിറ്റേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതിൽ വരുന്ന എൻസൈമാണ് PEP കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓക്സാലോ അസിറ്റേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു മാലേറ്റ്. ഓക്സാലോ അസിറ്റേറ്റിനെ മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇനി മാലേറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ എൻസൈമാണ് മാലിക് എൻസൈം. അതിനുശേഷം വരുന്ന എൻസൈം ഏതാണ്? നൗ പൈറുവേറ്റിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? PEP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പൈറുവേറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ബൈ ദ എൻസൈം പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഡൈക്കൈനേസ്. സോ ദ കറക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. സോ ദാറ്റ് ഇസ് 2 ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം വരുന്നത് മാലേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്, ദാറ്റ് ഇസ് 4. മാലേറ്റ് ഡീഹൈഡ്രോജനേസ് കഴിഞ്ഞിട്ട് വരുന്നത് മാലിക് എൻസൈം ആണ് 1. ആൻഡ് ലാസ്റ്റ് വരുന്നത് 3 ആണ്, ദാറ്റ് ഇസ് പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഡൈക്കൈനേസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും C4 സൈക്കിൾ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കേസ് ഓഫ് C4 plants, the decarboxylation of the C4 acid occur in mesophyll cell, bundle sheath cell, guard cell and pericycle. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് C4 പ്ലാന്റ്സിൽ ഡീകാർബോക്സിലേഷൻ എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ ഡീകാർബോക്സിലേഷൻ എവിടെയാണ് നടക്കുന്നത്? ബണ്ടിൽ ഷീത്ത് സെല്ലിലാണ്. അതായത് നമ്മുടെ മാലേറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ഇസ് ബേസിക്കലി നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. ആ പ്രോസസ്സിനെയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത് മാലിക് എൻസൈമാണ്. NADP മാലിക് എൻസൈമാണ് ഈ പറയുന്ന ഈ പ്രോസസ്സ് ഡീകാർബോക്സിലേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ബണ്ടിൽ ഷീത്ത് സെൽ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ബണ്ടിൽ ഷീത്ത് സെൽ. ഇനി അടുത്തത് ക്രോമസോമൽ അബറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രോമസോമൽ അബറേഷൻ എന്ന് പറയാൻ നേരത്ത് ചേഞ്ച് ഇൻ ക്രോമസോം. ഇറ്റ് ക്യാൻ ബി ഐദർ ഡ്യൂ ടു ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ക്രോമസോം ഓർ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് ക്രോമസോം. അപ്പോൾ അതുകൊണ്ടിട്ട് ദർ ആർ 2 അബറേഷൻസ്, ക്രോമസോമൽ അബറേഷൻ, ന്യൂമറിക്കൽ അബറേഷൻ ആൻഡ് സ്ട്രക്ചറൽ അബറേഷൻ. അപ്പോൾ ന്യൂമറിക്കൽ അബറേഷൻ പറയുവാണെങ്കിൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ക്രോമസോം ആണ്. അപ്പം അഡീഷൻ ഓഫ് സം ക്രോമസോം ഓർ ഡിലീഷൻ ഓഫ് ക്രോമസോം ബേസ്ഡ് ഓൺ ദി നമ്പർ ആണെങ്കിൽ ഇറ്റ് ഇസ് ന്യൂമറിക്കൽ അബറേഷൻ. ഇപ്പോൾ യൂപ്ലോയിഡി ഉണ്ട്. യൂപ്ലോയിഡി എന്ന് പറയാൻ നേരത്ത് ഇറ്റ് ഇസ് അഡീഷൻ അല്ലെങ്കിൽ ഡിലീഷൻ ഓഫ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ 2n കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് സെറ്റ് നഷ്ടപ്പെട്ടു പോകുവാണെങ്കിൽ ദാറ്റ് ഓർഗാനിസം ബിക്കം ഹാപ്ലോയിഡ്, n ആകും. ഒരു കംപ്ലീറ്റ് സെറ്റ് ആഡ് ചെയ്ത് വരുവാണെങ്കിലോ ഇറ്റ് ബിക്കം 3n. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോം ആണ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്ലോയിഡി നമ്പർ ചേഞ്ച് ചെയ്ത് വരും. ഇറ്റ് ക്യാൻ ബി എ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിലേക്ക് ഒരു എൻറ്റയർ സെറ്റ് ആഡ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി ട്രിപ്ലോയിഡ് അല്ലെങ്കിൽ ടെട്രാപ്ലോയിഡ് ആകും, 2 സെറ്റ് ഓഫ് ക്രോമസോം ആഡ് ചെയ്ത് വരാൻ നേരത്ത്. ദാറ്റ് ഇസ് ദ തിങ്. ഇനി അടുത്തത് അന്യൂപ്ലോയിഡി ആണ്. അന്യൂപ്ലോയിഡി എന്ന് പറയാൻ നേരത്ത് 1 അല്ലെങ്കിൽ 2 ക്രോമസോംസ്, 1 or more ക്രോമസോമിൻ്റെ അഡീഷൻ ഓർ ഡിലീഷൻ ആകാം. എൻറ്റയർ സെറ്റ് അല്ല, 1, 2 അല്ലെങ്കിൽ ഫ്യൂ ക്രോമസോമിൻ്റെ അഡീഷൻ ഓർ ഡിലീഷൻ ആകാം. അതാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2n ഇൻഡിവിജ്വലിൽ ഒരു ക്രോമസോം ചിലപ്പോൾ എക്സ്ട്രാ ആഡായി വരാം. അല്ലെങ്കിൽ ഒരു 2n ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിൽ ഒരു 2 ക്രോമസോം ആഡായി വരാം. ഓർ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഒരു ക്രോമസോം നഷ്ടപ്പെട്ടു പോകാം. ഒരു ക്രോമസോം ആയിരിക്കാം, അല്ലെങ്കിൽ 2 ക്രോമസോം ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂ നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കാം. എൻറ്റയർ സെറ്റ് അല്ല. എൻറ്റയർ സെറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് യൂപ്ലോയിഡി. 1, 2 അല്ലെങ്കിൽ ഫ്യൂ ക്രോമസോംസ് ആണെങ്കിൽ ദാറ്റ് ഇസ് അന്യൂപ്ലോയിഡി. ഓക്കെ, ദാറ്റ് ഇസ് ന്യൂമറിക്കൽ അബറേഷൻ. അടുത്തത് സ്ട്രക്ചറൽ അബറേഷൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം അഡീഷൻ ആണ്.
അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ പോർഷൻ ഇസ് ആഡഡ് ടു ദി ക്രോമസോം. നെക്സ്റ്റ് ഇസ് ഡിലീഷൻ. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്മോൾ പോർഷൻ ഇസ് ഡിലീറ്റഡ് ഫ്രം ദി ക്രോമസോം. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രോമസോം നമ്പർ 1 ഉണ്ട്, ക്രോമസോം 2 ഉണ്ട്. അപ്പോൾ ഒരു ക്രോമസോമിൻ്റെ ഒരു പോർഷൻ മറ്റൊരു ക്രോമസോമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആവുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കി GHI ഫ്രം ഫസ്റ്റ് ക്രോമസോം ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി സെക്കൻഡ് ക്രോമസോം. അപ്പോൾ GHI എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? സെക്കൻഡ് ക്രോമസോമിലാണ്. വേറെ സെക്കൻഡ് ക്രോമസോമിൻ്റെ ജീൻസ് ഒന്നും ഓൾട്ടർ ആയിട്ടില്ല. ഇവിടെ നോൺ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ആണ്. അതായത് ഒരു ക്രോമസോമിൻ്റെ സം ജീൻസ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു അനദർ ക്രോമസോം. അതായത് സെക്കൻഡ് ക്രോമസോം എന്ന് പറയുന്നത് ഇസ് ഇൻടാക്റ്റ്. ഇനി അടുത്തത് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ആണ്. റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്രോമസോമും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് വരുവാണ്. അതാണ് ട്രാൻസ്ലൊക്കേഷനിൽ റെസിപ്രോക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് QR ജീൻ, അപ്പോൾ ഇത് നമ്മൾ 1, 2 ആൻഡ് മാർക്ക് ചെയ്യുവാണ്. അപ്പം QR ജീൻ ഓഫ് സെക്കൻഡ് ക്രോമസോമും നമുക്ക് നോക്കിയാൽ FGHI ഓഫ് ദി ഫസ്റ്റ് ക്രോമസോമും തമ്മിലാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ക്രോമസോമിൻ്റെ QR ഫസ്റ്റ് ക്രോമസോമിലും FGHI ഓഫ് ദി ഫസ്റ്റ് ക്രോമസോം ഇസ് അറ്റ് ദ സെക്കൻഡ് ക്രോമസോം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ടിട്ടാണ് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസിനെ ഇൻവേർഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഫോർത്ത് കേസ്, ഇൻവേർഷൻ. ഇൻവേർഷനിൽ പെരിസെൻട്രിക് ഇൻവേർഷൻ ഉണ്ട്. പെരിസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുന്നത് സെൻട്രോമിയർ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഇൻവേർഷനാണ്. ഇവിടെ നോക്കിയാൽ വി ഹാവ് ദി CDE ജീൻസ്. അതിൻ്റെ നടുക്കാണ് സെൻട്രോമിയർ ഉള്ളത്. ഇവിടെ ഇൻവേർഷൻ നടക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AB കഴിഞ്ഞാൽ C അല്ല ED ആണ് വരുന്നത്. ആൻഡ് ദെൻ സെൻട്രോമിയർ കഴിഞ്ഞിട്ട് C. ഇവിടെ ഒരു ഇൻവേർഷൻ നടന്നിട്ടുണ്ട്. ഹിയർ വി ക്യാൻ സീ ദ ഇൻവേർഷൻ. ഇനി പാരാസെൻട്രിക് ഇൻവേർഷൻ ഉണ്ട്. പാരാസെൻട്രിക് ഇൻവേർഷനിൽ സെൻട്രോമിയർ വന്നിട്ടില്ല. വിത്തൗട്ട് സെൻട്രോമിയർ ഇൻവേർഷൻ ആണ് നടക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഹിയർ വി ഹാവ് ദി EFGH ജീൻസ്. അപ്പോൾ ഇവിടെ ബേസിക്കായിട്ട് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻവേർഷൻ വന്നത് GFE ജീൻസിലാണ്. H ജീൻ ഇൻടാക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. GFE ജീൻ ഇവിടെ നോക്കിയേ, ഇവിടെ EFG ആണ്, ഇപ്പുറത്ത് വന്നപ്പം GFE ആണ്. അവിടെ ഒരു ഇൻവേർഷൻ നടന്നിട്ടുണ്ട്, ബട്ട് സെൻട്രോമിയർ ഇൻവോൾവ് അല്ല. അതിനെയാണ് പാരാസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുന്നത്. നൗ നമുക്ക് ക്രോമോസോമൽ അബറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇസ് which among the following disorder or disease are resulted in human being due to meiotic abnormalities? Meiotic abnormalities കാരണം വരുന്ന ഡിസീസസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് മാച്ച് ഏതാണെന്ന് നോക്കണം. സോ ഫസ്റ്റ് തിങ് ഇസ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ട്രൈസോമി ഓഫ് ക്രോമസോം 21 കാരണമാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. പെറ്റാവ് സിൻഡ്രോം ട്രൈസോമി ഓഫ് 13 ക്രോമസോം. എഡ്വേർഡ് സിൻഡ്രോം ട്രൈസോമി ഓഫ് 18th ക്രോമസോം. ബട്ട് ട്രൈസോമി എന്ന് പറയാൻ നേരത്തെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണുള്ളത്. ഈ ഡിപ്ലോയിഡ് ഇൻഡിവിജ്വലിൻ്റെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോമിൽ 21st ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വരുന്നുണ്ട്. അപ്പോൾ അവിടെ 2n+1 കണ്ടീഷനാണ് വരുന്നത്. ആൻഡ് ട്രൈസോമി ഓഫ് 21 ക്രോമസോം ആണ് ഡൗൺ സിൻഡ്രോം ക്രോസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് കറക്റ്റ്. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ പെറ്റാവ് സിൻഡ്രോം ആണ്. പെറ്റാവ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ 13th ക്രോമസോമിലാണ് ഒരു എക്സ്ട്രാ ക്രോമസോം വരുന്നത്. ഇവിടെയും 2n+1 ആണ്, ട്രൈസോമി തന്നെയാണ് വരുന്നത്. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഇനി അടുത്തത് ഏതാണ്? തേർഡ് വൺ ഇസ് എഡ്വേർഡ് സിൻഡ്രോം. എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി ഓഫ് 18th ക്രോമസോം ആണ്. 18th ക്രോമസോമിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വരും. അപ്പോൾ 2n+1 കണ്ടീഷനാണ്, ട്രൈസോമിയാണ്. സോ എഡ്വേർഡ്സ് സിൻഡ്രോം ഇസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇവിടെ മൂന്നും കറക്റ്റ് ആയതുകൊണ്ടിട്ട് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആർ മിയോട്ടിക് അബ്നോർമാലിറ്റീസ്. ഈ മൂന്നും കറക്റ്റ് മാച്ചുമാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നൗ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ക്രോമസോം ഒറിജിനലി ഹാവിംഗ് ദ സെഗ്മെൻറ്റ് ABC.
centromere DEFGH. Which among the following represents pericentric inversion in the segment? Pericentric inversion എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? It's a structural aberration where inversion take place along with the centromere. Centromere വെച്ചിട്ടുള്ള ഒരു ഇൻവേർഷൻ ആണ് പെരിസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ എ ബി സി ആൻഡ് സെൻട്രോമിയർ ഉണ്ട്. ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് ക്രോമസോം ഉള്ളത്. ഈ ക്രോമസോമിൽ പെരിസെൻട്രിക് ഇൻവേർഷൻ വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ വന്നതിന് ശേഷം വരുന്ന സെൻട്രോമിയർ ഉള്ള സീക്വൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയിൽ നമ്മൾ നോക്കാൻ നേരത്ത് എന്തൊക്കെയുണ്ട്? എ ജി ഡി സെൻട്രോമിയർ, ബി സി എഫ് ഇ എച്ച്. ഇവിടെ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മുടെ ഇൻവേർഷൻ നടന്നിട്ടുള്ളത്? അപ്പം ഡി ജീനും അതേപോലെ തന്നെ ബി സി ജീനും എലോങ് വിത്ത് ദാറ്റ് ജിയും കൂടി ട്രാൻസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇവർ ഇങ്ങോട്ടുമാണ് വന്നിട്ടുള്ളത് എലോങ് വിത്ത് ദ പ്രസൻസ് ഓഫ് സെൻട്രോമിയർ. സോ ഇറ്റ് ക്യാൻ ബി എ പെരിസെൻട്രിക് ഇൻവേർഷൻ. ഇനി അടുത്ത കേസ് നോക്കിയേ, എ ബി സി ആൻഡ് ഡി. ഇപ്പം ഇവിടെ കറക്റ്റ് ഓർഡറാണ്, സെൻട്രോമിയർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെറാസ് ഇവിടെ സെൻട്രോമിയർ ഇല്ലാത്ത ഇൻവേർഷനാണ് നടന്നിട്ടുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി എ പാരാസെൻട്രിക് ഇൻവേർഷൻ. അപ്പം ഇതല്ല. ഇവിടെ നോക്ക്, എ ബി സി അതേപോലെ ഉണ്ട് ആൻഡ് ഇൻവേർഷൻ വന്നിട്ടുണ്ട്, പക്ഷേ എഗെയിൻ സെൻട്രോമിയർ ഇൻവോൾവ് അല്ല. സോ ദാറ്റ് ഇസ് ഓൾസോ റോങ്. ഇവിടെയും എ ബി സി സെൻട്രോമിയർ ഉണ്ട്, എഗെയിൻ സെൻട്രോമിയർ ഇല്ലാത്ത പാരാസെൻട്രിക് ഇൻവേർഷൻ ആണുള്ളത്. സോ ഹിയർ ഓപ്ഷൻ എയിലാണ് സെൻട്രോമിയർ ഇൻവോൾവ് ആയിട്ടുള്ള പെരിസെൻട്രിക് ഇൻവേർഷൻ നടന്നിട്ടുള്ളത്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഇൻ ആൻ എക്കോസിസ്റ്റം ഇസ് പ്രൊഡക്ടിവിറ്റി. ഒരു എക്കോസിസ്റ്റത്തിലെ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ആണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ആണ് കിലോ കാലറീസ് പെർ മീറ്റർ സ്ക്വയർ. പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ് ഇസ് കിലോ കാലറീസ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ the rate of production of organic matter during photosynthesis. ഫോട്ടോസിന്തസിസ് വഴി ഫിക്സ് ചെയ്ത എനർജീനെയാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി ഫിക്സ്ഡ്. നൗ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി വഴി ഫിക്സ് ചെയ്ത എനർജി മൈനസ് റെസ്പിറേഷന് യൂസ് ചെയ്ത എനർജി. അപ്പോൾ നമുക്ക് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടും. ദാറ്റ് ഇസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ ഇസ് NPP or the net primary productivity. Now നമ്മൾ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഓൾറെഡി പറഞ്ഞു. അതായത് ഫോട്ടോസിന്തസിസ് വഴി ഫിക്സ് ചെയ്ത എനർജിയിൽ നിന്നും റെസ്പിറേഷനിൽ യൂസ് ചെയ്ത എനർജി മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടും. ഇവിടെ നമുക്ക് രണ്ട് ഗ്രാഫ് ഉണ്ട്. ഒന്ന് ആവറേജ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെയാണ്. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ആവറേജ് വേൾഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന രണ്ടാമത്തെ ഗ്രാഫ്. നമ്മൾ ആദ്യത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദി ഏരിയ ഓൾസോ പെർ ടൈം. അപ്പോൾ നമ്മൾ ഒരു ഇയറിലെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വാംസ് ആൻഡ് മാർഷസ് അതേപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വരുന്നത്. പെർ യൂണിറ്റ് ഏരിയയും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് കിലോ കാലറീസ് പെർ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇയർ. അപ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയർ ഏരിയ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം ആണെങ്കിലോ എഷ്വറീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായി വരുന്നത്. ഇവിടെ ജസ്റ്റ് ആവറേജ് വേൾഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഓഷ്യൻ ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വരുന്നത്. അതിനുശേഷമാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ നമുക്കിത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് അക്വാട്ടിക് എക്കോസിസ്റ്റം ഇൻ ടേംസ് ഓഫ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള എക്വാട്ടിക് എക്കോസിസ്റ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഷ്വറീസ്, രണ്ടാമത്തത് ലേക്സ് ആൻഡ് സ്ട്രീം, മൂന്നാമത്തത് കോണ്ടിനെൻ്റൽ ഷെൽഫ് ആൻഡ് നാലാമത്തത് ഓപ്പൺ ഓഷ്യൻ.
ഇവിടെ നമുക്ക് പെർ യൂണിറ്റ് ഏരിയ ഉള്ളത് കൊണ്ടിട്ട് എഷ്വറീസ് ആർ ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് എക്കോസിസ്റ്റം വെൻ ഈ കൺസിഡർ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കോളജിയിൽ നിന്നും ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് സ്പീസിയേഷൻ. സ്പീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീസിയേഷൻ ഉണ്ട്. അലോപാട്രിക്, പെരിപാട്രിക്, പാരാപാട്രിക്, സിംപാട്രിക് ആൻഡ് ആർട്ടിഫിഷ്യൽ സ്പീസിയേഷൻ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അലോപാട്രിക് സ്പീസിയേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ട്. ഈ ലാർജ് പോപ്പുലേഷനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ ബാരിയർ അവിടെ വന്നു. ഇറ്റ് ക്യാൻ ബി എ മൗണ്ടൻ ഓർ എ റിവർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, ഓൾ ഓഫ് എ സഡൻ അല്ല. അപ്പോൾ ആ ഫിസിക്കൽ ബാരിയർ എന്താ ചെയ്യുന്നത്? ആ ലാർജ് പോപ്പുലേഷനെ രണ്ട് പോപ്പുലേഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഫിസിക്കൽ ബാരിയർ കാരണം ഇവർക്ക് ഇൻബ്രീഡ് അല്ലെങ്കിൽ ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ദേ ബിക്കം റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. ആൻഡ് ഈ ബാരിയർ മാറ്റിയാലും ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ്. ഇനി അടുത്തതാണ് പെരിപാട്രിക് സ്പീസിയേഷൻ. പെരിപാട്രിക് സ്പീസിയേഷനിൽ ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു സ്മോൾ ഗ്രൂപ്പ് സെപ്പറേറ്റ് ചെയ്ത് മാറി വരുന്നുണ്ട്. ഈ എന്താണ് പറയുക, ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നുമാണ് ഈ സ്മോൾ ഗ്രൂപ്പ് മാറുന്നത്. ആൻഡ് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ വോണ്ട് ഇൻ്റർബ്രീഡ് വിത്ത് ഈച്ച് അതർ. അങ്ങനെ വരാൻ നേരത്ത് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആയിട്ട് മാറും. അതാണ് പെരിപാട്രിക് സ്പീസിയേഷൻ. ആൻഡ് ദിസ് ബിക്കം എ ന്യൂ സ്പീഷീസ് ആൻഡ് ദിസ് ബിക്കം ദി ആൻസിസ്ട്രൽ സ്പീഷീസ്. ഇനി അടുത്തതാണ് പാരാപാട്രിക് സ്പീസിയേഷൻ. പാരാപാട്രിക് സ്പീസിയേഷനിൽ ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ട്. ഈ ലാർജ് പോപ്പുലേഷനിൽ തന്നെ ഒരു ചെറിയ സബ് പോപ്പുലേഷൻ വരും. ദിസ് ഇസ് ദ സബ് പോപ്പുലേഷൻ. ഈ സബ് പോപ്പുലേഷനിലുള്ളവരെന്താ ചെയ്യുന്നത്? ഈ സബ് പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാത്രമേ മീറ്റ് ചെയ്യുള്ളൂ. ലാർജ് പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മീറ്റ് ചെയ്യില്ല. ആൻഡ് ദെയർ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ വരും. അങ്ങനെ ന്യൂ സ്പീഷീസ് ബി ഒരു ന്യൂ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്യും. ഇനി അടുത്തതാണ് സിംപാട്രിക് സ്പീസിയേഷൻ. സിംപാട്രിക് സ്പീസിയേഷനിൽ ഇവിടെ നമുക്ക് ജോഗ്രഫിക്കൽ ബാരിയർ ഒന്നുമില്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് സർട്ടൻ സ്പെസിഫിക് ക്യാരക്ടർ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ക്യാരക്ടറോ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ഇനി സ്പെഷ്യൽ ക്യാരക്ടറുകൾ കാരണം ദീസ് പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസ് ഇൻ്റർബ്രീഡ് ചെയ്യില്ല. അപ്പം സെലക്റ്റീവ് ബ്രീഡിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത് ഡ്യൂ ടു certain food habits or certain characters. ഫിസിക്കൽ ബാരിയർ ഇല്ലാണ്ടുള്ള റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണ് സിംപാട്രിക് സ്പീസിയേഷൻ. ആൻഡ് ദീസ് ടു സ്പീഷീസ് ബിക്കം സെപ്പറേറ്റഡ്. ഇനി ആർട്ടിഫിഷ്യൽ സ്പീസിയേഷൻ ഉണ്ട്. അത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കുന്നതാണ്. ബൈ ട്രീറ്റിംഗ് വിത്ത് സർട്ടൻ കെമിക്കൽസ് ഓർ ഫിസിക്കൽ ഏജൻസ് വഴിയൊക്കെ മ്യൂട്ടേഷൻ കോസ് ചെയ്തിട്ട് ന്യൂ സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വഴി ന്യൂ സ്പീഷീസ് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ സ്പീസിയേഷൻ. നമുക്കിനി സ്പീസിയേഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് സ്പീസിയേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പെരിപാട്രിക് സ്പീസിയേഷൻ ഇസ് എ മോഡ് ഓഫ് സ്പീസിയേഷൻ ഇൻ വിച്ച് ദർ ഇസ് നോ എക്സ്ട്രിൻസിക് ബാരിയർ ബിറ്റ്വീൻ ദ പോപ്പുലേഷൻ ബട്ട് ലാർജ് geographical area of the population cause the individuals to mate with the neighboring individuals than with the individuals in a different part of the geographical area. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പെരിപാട്രിക് സ്പീസിയേഷനെ പറ്റിയാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ട്. ഈ ലാർജ് പോപ്പുലേഷനിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് സബ് പോപ്പുലേഷൻ ഉണ്ട്. ഈ സബ് പോപ്പുലേഷനിലുള്ളവർ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ആളുകളായിട്ട് മാത്രമേ മേറ്റ് ചെയ്യുള്ളൂ. ബാക്കി ലാർജ് പോപ്പുലേഷനിലുള്ള ബാക്കി ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇവർ മേറ്റ് ചെയ്യില്ല. കാരണം ലാർജ് പോപ്പുലേഷൻ ആയതുകൊണ്ടിട്ടാണ്. നെയ്ബറിങ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാത്രമേ മേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്പീസിയേഷനെ പറയുന്നത് പെരിപാട്രിക് സ്പീസിയേഷൻ എന്നല്ല, ഇറ്റ് ഇസ് പാരാപാട്രിക് സ്പീസിയേഷൻ. ഇനി അടുത്ത കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരാപാട്രിക് സ്പീസിയേഷനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പാരാപാട്രിക് സ്പീസിയേഷൻ ഇസ് എ മോഡ് ഓഫ് അലോപാട്രിക് സ്പീസിയേഷൻ വിച്ച് ഒക്കർ വെൻ ദ സൈസ് ഓഫ് ദ ഐസൊലേറ്റഡ് സബ് പോപ്പുലേഷൻ ഇസ് സ്മോൾ. ഹിയർ in addition to the geographical separation, genetic drift act more quickly in the small population. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്?
ഇവിടെ ഒരു ലാർജ് പോപ്പുലേഷൻ ഉണ്ട്. ഈ ലാർജ് പോപ്പുലേഷനിൽ നിന്നും ഒരു സ്മോൾ പോപ്പുലേഷൻ സെപ്പറേറ്റ് ആയി മാറി. ആൻഡ് ഈ സബ് പോപ്പുലേഷനിലുള്ളവർ അവർ തമ്മിലേ ഇൻ്റർബ്രീഡ് ചെയ്യുള്ളൂ, ലാർജ് പോപ്പുലേഷനിലേക്ക് ഇൻ്റർബ്രീഡ് ചെയ്യില്ല. അപ്പോൾ ഈ സ്മോൾ പോപ്പുലേഷനിൽ ഏറ്റവും വേഗത്തിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് ആക്ട് ചെയ്യും, കാരണം ഇത് സ്മോൾ പോപ്പുലേഷൻ ആയതുകൊണ്ട്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് സ്പീസിയേഷൻ ഇസ് നോൺ ആസ് പെരിപാട്രിക് സ്പീസിയേഷൻ. ഇതിനെ പെരിപാട്രിക് സ്പീസിയേഷൻ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് പാരാപാട്രിക് അല്ല. സോ ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് സിംപാട്രിക് സ്പീസിയേഷൻ ആണ്. സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഫ്രം എൻ ഒറിജിനൽ പോപ്പുലേഷൻ ദാറ്റ് ഇസ് നോട്ട് ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ്. ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് അല്ലാത്ത ഒരു പോപ്പുലേഷനിൽ നിന്നും ഒരു ന്യൂ സ്പീഷീസ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് സിംപാട്രിക് സ്പീസിയേഷൻ. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ ഇവിടെ നമുക്ക് ആകെ തേർഡ് ഓപ്ഷൻ മാത്രമേ ട്രൂ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Propagating plants such as rose, raspberry via development of root on a stem while it is still attached to the mother plant is known as. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ റോസിലും റാസ്ബെറിയിലും ഒക്കെയുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മദർ പ്ലാന്റിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റെമ്മിൽ റൂട്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് കട്ടിംഗ് ആണ്. കട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സോയിലിൽ പ്ലാന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നെക്സ്റ്റ് ഇസ് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിലുള്ള ഫ്യൂഷനാണ്. അവിടെ റൂട്ട് ഫോർമേഷൻ അല്ല, കേമ്പിയൽ അറ്റാച്ച്മെൻ്റ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് ലെയറിംഗ്. ലെയറിങ്ങിൽ എയർ ലെയറിംഗ് എന്ന് പറയുന്നൊരു ടൈപ്പ് ഉണ്ട്. എയർ ലെയറിങ്ങിൽ മദർ പ്ലാന്റിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റെമ്മിൻ്റെ ബാർക്ക് റിമൂവ് ചെയ്തിട്ട് അതിനുശേഷം ദ കൊക്കോപീത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം വെച്ചിട്ട് ആ ഒരു റീജിയനെ കവർ ചെയ്ത് പോളിത്തീൻ ബാഗ് വെച്ചിട്ട് സീൽ ചെയ്യും. എന്നിട്ട് ഇറ്റ് ഈസ് അലൗഡ് ടു ഗ്രോ. അപ്പോൾ അവിടെ റൂട്ട് വരും. ആൻഡ് ദിസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദി മദർ പ്ലാന്റ് ആൻഡ് യൂസ്ഡ് ആസ് എ ന്യൂ പ്ലാന്റ്. മദർ പ്ലാന്റിൽ നിന്നും റൂട്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എയർ ലെയറിങ്. സോ ഹിയർ ആൻസർ സി ഇസ് കറക്റ്റ്. ബഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇവിടെയും കേമ്പിയൽ ഫ്യൂഷനാണ് നടക്കുന്നത്, റൂട്ട് ഫോർമേഷൻ അല്ല. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ലെയറിങ്. സോ ഈ തന്നിരിക്കുന്ന ഡയഗ്രാം നമ്മുടെ എയർ ലെയറിങ്ങിൻ്റെ ആണ്. അതായത് മദർ പ്ലാന്റിനോട് തന്നെ ചേർന്നിരിക്കുന്ന ഒരു സ്റ്റെമ്മ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ബാർക്ക് റിമൂവ് ചെയ്യുന്നു. ബാർക്ക് റിമൂവ് ചെയ്തിട്ട് ഏതെങ്കിലും മീഡിയ, ഇപ്പോൾ ലൈക്ക് കോമൺ ആയിട്ടും കൊക്കോപീറ്റ്, അതേപോലെ എന്തെങ്കിലും സോയിൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ സ്വാഗ്നം മോസ്, പീറ്റ് മോസ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്ത് ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് പോളിത്തീൻ ബാഗ് വെച്ച് കവർ ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നാൾ വെച്ച് കഴിയുമ്പോൾ അതിൽ റൂട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. ആൻഡ് നമുക്ക് റൂട്ട് ഫോം ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കട്ട് ചെയ്ത ന്യൂ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എയർ ലെയറിങ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസസ് ആണ്. ഡാറ്റാബേസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡാറ്റാബേസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ആദ്യത്തേതാണ് സീക്വൻസ് ഡാറ്റാബേസ്. സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ പ്രോട്ടീനിൻ്റെ സീക്വൻസുകൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ് സീക്വൻസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ ന്യൂക്ലിയോടൈഡ് സീക്വൻസിങ് ഡാറ്റാബേസ് ഓർ എ പ്രോട്ടീൻ ഡാറ്റാബേസ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ DNA ഡാറ്റാബേസ് എന്ന് പറയാൻ നേരത്ത് DNA സീക്വൻസസ് അല്ലെങ്കിൽ RNA സീക്വൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് DNA ഡാറ്റാബേസസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ഡാറ്റാബേസസ്. അതിൻ്റെ എക്സാമ്പിളാണ് ജെൻബാങ്ക്, DDBJ അതായത് DNA ഡാറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ, പിന്നെ EMBL, EBI. ഇനി പ്രോട്ടീൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീനിൻ്റെ സീക്വൻസ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസസ് ആണ്. അപ്പോൾ ഇവിടെ പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സ് PIR, യൂണിപ്രോട്ട് ഓർ സിസ്പ്രോട്ട്, പ്രോട്ടീൻ സീക്വൻസിങ് ഡാറ്റാബേസ് ആയ PSB ഒക്കെ എക്സാമ്പിളാണ്. നൗ സ്ട്രക്ചറൽ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സ്ട്രക്ചറൽ ഇൻഫോർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത് ഓഫ് ദി ബയോളജിക്കൽ മാക്രോമോളിക്യൂൾസ് ലൈക്ക് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. ഇവിടെ എക്സാമ്പിൾ അഗെയിൻ
നമ്മൾ പറഞ്ഞ PDB പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്, ന്യൂക്ലിക് ആസിഡ് ഡാറ്റ ബേസ്, കേംബ്രിഡ്ജ് ക്രിസ്റ്റലോഗ്രാഫിക് ഡാറ്റ സെൻറ്റർ, കേംബ്രിഡ്ജ് സ്ട്രക്ചറൽ ഡാറ്റ ബേസ് ഒക്കെ എക്സാമ്പിൾ ഓഫ് സ്ട്രക്ചറൽ ഡാറ്റാ ബേസ് ആണ്. അപ്പോൾ DNA ഡാറ്റാ ബേസിൻ്റെ എക്സാമ്പിൾ ജെൻബാങ്ക്, DDBJ, EMBI, EBL. പ്രോട്ടീൻ ഡാറ്റാ ബേസിൻ്റെ എക്സാമ്പിൾ PIR, PSG, സ്വിസ്പ്രോട്ട് എക്സെട്ര. ഇനി സ്ട്രക്ചറൽ ഡാറ്റാ ബേസിൻ്റെ PDB, NDB and CCDB or the CSB. These are the few kind of databases. ഇനി ഡാറ്റാബേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നൗ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വിച്ച് among the following is a protein database? പ്രോട്ടീൻ ഡാറ്റാബേസിൻ്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ജെൻബാങ്ക്, PIR, DDBJ and EMBL. ജെൻബാങ്ക് ഒരു DNA ഡാറ്റാബേസ് ആണ്. PIR is a protein database. DDBJ is a DNA database and EMBL is also a nucleotide database. Correct answer is option B. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The DNA and protein sequence alignment software package developed by David J. Lippman and William R. Pearson is. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫാസ്റ്റ. ഫാസ്റ്റ എന്ന് പറയുന്നത് DNA ആൻഡ് പ്രോട്ടീൻ സീക്വൻസ് അലൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. And this was developed by David J. Lippman and William R. Pearson in the year 1985. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കർ ബേസ്ഡ് ടെക്നീക്കാണ്, ആംപ്ലിഫൈഡ് ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസം ഓർ AFLP. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ ജീനോമിക് DNA എടുത്തിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും. ഈ സ്മോളർ ഫ്രാഗ്മെൻറ്റ്സിലേക്ക് അഡാപ്റ്റേഴ്സിനെ ആഡ് ചെയ്യും, അഡാപ്റ്റേഴ്സിനെ ജോയിൻ ചെയ്യിക്കും ഓർ ലൈഗേറ്റ് ചെയ്യും. ഈ അഡാപ്റ്റർ സീക്വൻസ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അഡാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറിനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റർ PCR നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA നമുക്ക് ലാർജർ നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം ത്രൂ PCR. ഇനി അടുത്തത് സെലക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ ആണ്. സെലക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ജീനുകളുടെ പ്രൈമറിനെ മാത്രം നമ്മൾ എടുക്കുന്നു. ഏത് ജീനാണോ വേണ്ടത് ആ ജീൻ അനുസരിച്ച് സീക്വൻസ് ചെയ്ത് പ്രൈമറിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്റ്റഡ് റീജിയൻസിലുള്ളവരെ മാത്രമേ പിന്നീട് PCR ഇത് ചെയ്ത് വരുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്ത് വരുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ സ്മോളർ ഫ്രാഗ്മെൻറ്റ്സിൽ എല്ലാത്തിലും നമ്മൾ ഡിസയർ ആയ ജീൻ വേണം എന്നില്ല. വന്നേക്കുന്ന ജീൻ ഏതാണോ, ഏത് ഫ്രാഗ്മെൻറ്റിലാണോ ഡിസയേർഡ് ജീൻ ഉള്ളത് അത് മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുള്ളൂ. അപ്പം അതിനുശേഷം ജെൽ ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് ബാൻഡ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹിയർ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെൻറ്റ് ലെങ്ത് പോളിമോർഫിസത്തിൽ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ, അഡാപ്റ്റർ ലൈഗേഷൻ ആണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് അഡാപ്റ്ററിൻ്റെ പ്രീ ആംപ്ലിഫിക്കേഷൻ, അതായത് PCR ആണ് ചെയ്യുന്നത്, ഫസ്റ്റ് PCR. പിന്നെ സെലക്റ്റീവ് PCR ചെയ്യും, ദെൻ ജെൽ ഇലക്ട്രോഫോറസിസ്. ദിസ് ഇസ് എ സ്റ്റെപ്പ് ഇൻ AFLP. ഇനി AFLP ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Now the question. Choose the correct statement in connection with amplified fragment length polymorphism or AFLP. ആദ്യത്തത് PCR using a combination of random and gene specific primer. Next is PCR amplification followed by digestion with restriction enzyme. Next is digestion of DNA with restriction enzyme followed by one PCR step. Next is digestion of DNA with restriction enzyme followed by 2 PCR step. ആദ്യത്തേതെന്ന് വെച്ചാൽ PCR using a combination of random and gene specific primers. നമ്മൾ റാൻഡം പ്രൈമേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല, പകരം ആദ്യത്തെ പ്രീ ആംപ്ലിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് അഡാപ്റ്റർ ബേസ്ഡ് ഉള്ള പ്രൈമറാണ്. അത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് പ്രൈമറിനെ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. PCR ആംപ്ലിഫിക്കേഷൻ ഫോളോഡ് ബൈ ഡൈജഷൻ വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം. ആംപ്ലിഫിക്കേഷൻ PCR ചെയ്തതിന് ശേഷം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്തിരുന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ ആദ്യം റെസ്ട്രിക്ഷൻ എൻസൈം ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ PCR ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും തെറ്റാണ്. ഇനി ഡൈജഷൻ ഓഫ് DNA വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം ഫോളോഡ് ബൈ 1 PCR സ്റ്റെപ്പ്. അപ്പോൾ DNA ആദ്യം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു PCR അല്ല 2 PCR ആണ് ചെയ്യുന്നത്, പ്രീ ആംപ്ലിഫിക്കേഷൻ ആൻഡ് സെലക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കിയാൽ ഡൈജഷൻ ഓഫ് DNA വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം ഫോളോഡ് ബൈ 2 PCR സ്റ്റെപ്പ്, ഇത് ട്രൂ ആണ്.
സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഡൈജഷൻ ഓഫ് DNA വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം ഫോളോഡ് ബൈ 2 PCR സ്റ്റെപ്പ്, 2 PCR സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, പ്രീ ആംപ്ലിഫിക്കേഷൻ ആൻഡ് സെലക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സോ ഈ റാപ്പിഡ് റിവിഷൻ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ സിലബസിൽ ഏത് യൂണിറ്റ് ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് സോൾവ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ടെലിഗ്രാം ക്വിസ്, ടോസ് അക്കാഡമിയുടെ ടെലിഗ്രാം ക്വിസ്സുകൾ അറ്റൻഡ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നല്ല രീതിയിൽ എല്ലാവർക്കും എക്സാം എഴുതാൻ സാധിക്കും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.